മദ്ഹബുകളൊക്കെ തന്നെയും ഉന്നതന്മാരായ ഈ ഇമാമിയങ്ങളുടേതാണ്. ഈ ഇമാമിയങ്ങള് അവരുടെ മദ്ഹബിനെ തക്ലീദ് ചെയ്യുന്നിടത്ത് എന്താണ് അവരുടെ നിലപാട്? തക്ലീദ് ചെയ്യണം എന്ന് അവര് പറഞ്ഞോ? അവരാ വിഷയത്തില് എന്ത് വല്ല വിധിയും പറഞ്ഞിട്ടുണ്ടോ? അവരുടെ ശ്രദ്ധയിൽ തങ്ങളുടെ മദ്ഹബിനെ ജനങ്ങൾ തക്ലീദ് ചെയ്യുന്ന ഒരു അവസ്ഥ അവരുടെ ശ്രദ്ധയിൽ വന്നോ? അത് അവര് തടഞ്ഞോ? നാല് മദ്ഹബിന്റെ ഇമാമുകൾക്ക് ഇതിൽ എന്താണ് അഭിപ്രായം എന്നുള്ളതാണ്. നാല് മദ്ഹബിന്റെ ഇമാമുകൾ അവരെ അന്ധമായി അനുകരിക്കാൻ പറഞ്ഞു എന്നുള്ളതാണ്. ഇത് സത്യത്തിൽ ഞാൻ സുന്നി പ്രസ്ഥാനത്തിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക്, നമ്മള് നാട്ടിൽ പറയുന്ന സുന്നി, സത്യത്തിൽ സുന്നി എന്ന് പറഞ്ഞാൽ അവരല്ല. സത്യത്തിൽ സലഫി പ്രസ്ഥാനത്തിനായിരുന്നു ആ സുന്നി എന്നുള്ള പേര് കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ അത് മറ്റുള്ള മേഖലയിലേക്കായിപ്പോയി. അപ്പൊ ഏതായിരുന്നാലും അവര് മുതലക്കുളം എന്ന് പറയുന്നത് പോലെയാണ്. കുളം മുതലില്ലാത്ത മൈതാനിക്ക് മുതലക്കുളം മൈതാനി എന്ന് പറയും പോലെയാണ് അവരുടെ സുന്നി എന്ന് പറയുന്നത്. ആ സുന്നി അല്ല അവിടെ പരാമർശിക്കേണ്ടത്. സത്യത്തിൽ ആ മേഖലയിൽ സമസ്തിയിലായിരിക്കുന്ന കാലത്ത് വളരെ കൃത്യമായി എന്റെ നിരവധി പണ്ഡിതന്മാരോടും സുഹൃത്തുക്കളോടും ഞാൻ ചോദിച്ചതാണ്, ഈ നാല് മദ്ഹബിന്റെ ഇമാമുകളിൽ ഏതെങ്കിലും ഒരു ഇമാമ് അദ്ദേഹത്തെ അന്ധമായി അനുകരിക്കാൻ, തഖ്ലീദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ? എന്റെ ചോദ്യമായിരുന്നു. നാല് ഇമാമുകളിൽ ഏതെങ്കിലും ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ഇമാമ് പറഞ്ഞിട്ടുണ്ടോ? ആ ചോദ്യത്തിന് ഇന്ന് വരെ മറുപടി പറഞ്ഞിട്ടില്ല ആരും. മാത്രമല്ല, അവസാനം എന്റെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡന മണ്ഡനങ്ങൾ രൂക്ഷമായി നടന്ന അവസാനം ഉഗ്രവാദി സുന്നികളുടെ മുഖാമുഖം നടന്നു. ആ മുഖാമുഖത്തിൽ ഒരു സുഹൃത്ത് എണീറ്റെന്ന് ചോദിച്ചവരോട്, ഉമർ ഫൈസിയുടെ പ്രഭാഷണങ്ങളിലൊക്കെ കേൾക്കുന്നത് നാല് ഇമാമുകളിൽ ഒരു ഇമാമിനെ അന്ധമായി തഖ്ലീദ് ചെയ്യാൻ അവരിൽ ഏതെങ്കിലും ഒരു ഇമാമ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ മറുപടി അവിടെ നിന്ന് വന്നത് അത് നമുക്ക് മാന്യന്മാരുടെ മുമ്പിൽ പറയാൻ പറ്റുന്ന മറുപടി ആയിരുന്നില്ല. വളരെ വൃത്തികെട്ട ഭാഷയിലുള്ള അനാവശ്യങ്ങളും സഭ്യേതര പ്രയോഗങ്ങളുമായിരുന്നു അവർ നടത്തിയിരുന്നത്. അതിൽ നിന്ന് തന്നെ ആളുകൾക്ക് ബോധ്യമായി ഇങ്ങനൊരു സംഭവമില്ല. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാരോടോ ജിദ്ദയിൽ തന്നെയുള്ള പണ്ഡിതന്മാരോട് പറയാം, 1 കോടി രൂപ ഇനാം പ്രഖ്യാപിക്കാം. 4 ഇമാമുകളിൽ ഏതെങ്കിലും ഒരു ഇമാമ് അവരെ അന്ധമായി തഖ്ലീദ് ചെയ്യാൻ, അവരുടെ മദ്ഹബ് സ്വീകരിക്കാൻ പറഞ്ഞു എന്ന് ഒരു കിതാബിൽ, ലോകത്ത് മശ്രിഖ് മുതൽ മഗ്രിബ് വരെയുള്ള ഒരു ഗ്രന്ഥത്തിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നടങ്കം അവര് പറയുന്നത് കേൾക്കാൻ തയ്യാറാണ്. അതായത് എന്നെ തഖ്ലീദ് ചെയ്യണമെന്ന് ഒരു പണ്ഡിതന്മാർ, ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. അവരുടെ മദ്ഹബ് സ്വീകരിക്കണമെന്ന് ഷാഫിയോ ഹനഫിയോ അംബലിയോ മാലിക്കോ ആരും പറഞ്ഞിട്ടില്ല. അവരുടെ പേരിൽ ഇല്ലാത്ത പരാതി വരാണ്. എന്നാ പിന്നെ തിരിച്ചുള്ള ചോദ്യം എന്താ വെച്ചാൽ അവരെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോന്നാ. അബൂ ഹനീഫ ഇമാം വളരെ കൃത്യമായി പറയാണ്, ഹറാമുൻ അലാമൻ ലം യഅരിഫ് ദലീലി അൻ യുഫ്തിയ ബി കലാമീന. എന്റെ പ്രമാണങ്ങൾ, ഞാൻ പറയുന്ന വിഷയങ്ങൾ, ഫത്വകൾക്ക് പ്രമാണങ്ങൾ സ്വീകരിക്കാതെ അബൂ ഹനീഫ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ അന്ധമായി അനുകരിക്കുന്നത് ഹറാമാണെന്നാണ്. ഹുജ്ജത്തുല്ലാഹിൽ ബാരിയയിൽ ഷാ വലിയുല്ലാഹി ദഹ്ലവി കൃത്യമായി പറയുന്നുണ്ട്. അന്ധമായി അനുകരിക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞു. അതെ, ഹറാമുൻ അലാമൻ ലം യഅരിഫ് ദലീലി അൻ യുഫ്തിയ ബി കലാമീൻ. അതായത് അബൂ ഹനീഫയുടെ ഫത്വകൾ, ആ ഫത്വക്ക് അബൂ ഹനീഫ എന്ത് പ്രമാണമാണ് സ്വീകരിച്ചത് എന്ന് നോക്കാതെ അബൂ ഹനീഫ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നത് ഹറാമാണ്. അതാണ് അന്ധമായ അനുകരണം. ഹറാമാണെന്ന് അബൂ ഹനീഫ പറയാണ്. ലക്ഷോപിലക്ഷം ഹദീസുകൾ മനപ്പാടുള്ളവരാണ് അവർക്ക് കാണാത്തത് മുജാഹിദുകൾക്ക് അറിയോ എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ള അതാണ്. ലക്ഷോപിലക്ഷം ഹദീസുകൾ മനപ്പാടമുള്ള ഇവർ പരാമർശിക്കുന്ന അത്രയും വലിയ പണ്ഡിതന്മാരാണെങ്കിൽ ആ പണ്ഡിതന്മാരെ കാണാൻ പാണ്ഡിത്യം ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. ഹറാമാണെന്ന് അബൂ ഹനീഫ ഇമാം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു മദ്ഹബ് സ്വീകരിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ വീക്ഷണം? ഞാൻ പറഞ്ഞു കടുത്ത ഹറാം. ഞാൻ സ്വന്തം വക പറഞ്ഞതല്ല. പരിശുദ്ധ ഖുർആന്റെ സൂറത്ത് തൗബയുടെ 31-ാം വചനം, അതുപോലെ അതിന്റെ 6-ാം വചനം, അതുപോലെ നിരവധി ആയത്തുകളും നിരവധി ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇപ്പോ അബൂ ഹനീഫ ഇമാം പറയാണ്, അബൂ ഹനീഫ ഇമാം മദ്ഹബിന്റെ ഇമാമുകളിൽ മഹാനവറുകള് ഒന്നാമനാണ്. ഹിജ്റ 80-ൽ ജനിക്കുകയും ഹിജ്റ 150-ൽ മരിക്കുകയും ചെയ്ത മാന്യദേഹമാണ് അദ്ദേഹം, ആദ്യത്തെ ഇമാമ. അദ്ദേഹം പറയണത് ഹറാമാണ്. എന്നാൽ അതുപോലെ തന്നെ ഇമാം മാലിക് റഹ്മത്തുള്ള, ഇമാം മാലിക് റഹ്മത്തുള്ള ഇമാം ഷാഫിയുടെ ഗുരുനാഥനാണ്. ഇമാം മാലിക് റഹ്മത്തുള്ള പറഞ്ഞു, ഒന്നുമില്ലെങ്കിൽ ഷാഫി ഇമാമിന്റെ ഉസ്താദാണല്ലോ, അപ്പൊ അദ്ദേഹത്തിന് പറയാൻ ഷാഫി ഞാൻ എന്റെ ഗുരുനാഥനാണ്, ഞാൻ പറയുന്നത് നീ കേൾക്കണം. പക്ഷെ ഇമാം മാലിക് റഹ്മത്തുള്ള പറഞ്ഞത് എന്താ, മാമിൻ അഹദിൻ ഇല്ലാ വഹുവ മഅഖൂദു മിൻ കലാമിഹി വ മർദൂദുൻ അലൈഹി ഇല്ലാ റസൂലുള്ളാഹ്. ഏതൊരു മനുഷ്യന്റെ വാക്കിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും അള്ളാന്റെ റസൂൽ ഒഴികെ. അതുകൊണ്ട് ആരെയും നിങ്ങൾ അന്ധമായി അനുകരിക്കാൻ പാടില്ല എന്നാണ്. മാത്രമല്ല മീസാനുൽ കുബ്രയിലൊക്കെ കാണാം വളരെ കൃത്യമായ പ്രഖ്യാപനം, വകാന റളിയല്ലാഹു അൻഹു ഇദസ്തംബത ഹുക്മൻ യഖൂലു ലി അസ്ഹാബിഹി ഉൻദുറു ഫീ ഫഇന്നഹു ദീനും വമാ മിൻ അഹദിൻ ഇല്ലാ വമഅഖൂദു മിൻ കലാമിഹി വമർദൂദുൻ അലൈഹി ലാ സാഹിബു ഹാദിഹിർ റൗള.
റസൂലുള്ളാന്റെ ഖബറിന്റെ അരികിൽ ഇങ്ങനെ നിന്നിട്ട് ആ റൗളന്റെ അരികിൽ ചെന്നിട്ട് അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോ മാലിക് ഇമാം പറയാണ്, ഏതൊരു മനുഷ്യനാണെങ്കിലും ശരി അവന്റെ വാക്കിൽ തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും. ഈ റൗളയുടെ സായിബൊഴികെ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണല്ലോ റൗള. പ്രവാചകന്റെ സാന്നിധ്യം കൊണ്ടാണ് അവിടെ റൗളയാകുന്നത്. അപ്പൊ ഈ റൗളയുടെ സാഹിബ് ഒഴികെ എന്ന് പറഞ്ഞിട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ് തെറ്റ് സംഭവിക്കാത്തവൻ, എല്ലാവരിലും തെറ്റ് സംഭവിക്കും. മാത്രമല്ല അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ ഒരിക്കൽ കരയാണ്. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ ഫത്വ കൊടുത്ത ഓരോ ഫത്വക്കും ബദൽ എന്നെ ചാട്ടവാറ് കൊണ്ട് അടിക്കപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു. കാരണം വല്ല അബദ്ധവും സംഭവിച്ചിട്ട് നാളെ പരലോകത്ത് ചെല്ലുമ്പോ റസൂലുള്ളാഹിയെ പ്രവാചകൻ പഠിപ്പിക്കാത്ത ശരീഅത്തുമായി ഞാൻ കണ്ടുമുട്ടിയാൽ എനിക്ക് വലിയ ശിക്ഷയാവൂലേ എന്ന് പറഞ്ഞ് കരയാണ്. അങ്ങനെയുള്ള ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയോ അദ്ദേഹത്തെ അന്ധമായി അനുകരിക്കണം? അതുപോലെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അദ്ദേഹം പറഞ്ഞ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. പ്രമാണങ്ങൾ സ്വഹിയായി കിട്ടിയാൽ അതാണ് എന്റെ മദ്ഹബ്. ഷാഫി ഇമാമിന്റെ അഭിപ്രായം. അപ്പൊ അതിന് മുസ്ലിംമാരുടെ വ്യാഖ്യാനം എന്താരോ? അത് ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി എന്ന് പറയുന്നത് അത് പണ്ഡിതന്മാരോടാണ്, മുജ്തഹിദുകളായ പണ്ഡിതന്മാരോടാണ്, അത് സാധാരണക്കാരോടല്ല. അപ്പൊ മുജ്തഹിദായ ഒരു പണ്ഡിതനെ തഖ്ലീദ് ചെയ്യൽ ഹറാമാണ്. അതാണ് ആ ഷാഫി ഇമാം പറയുന്നത്. എന്നാൽ ഷാഫി ഇമാമിന്റെ ഈ വാക്ക് വ്യാഖ്യാനിക്കാൻ ഏറ്റവും യോഗ്യനായ ആളാരാണ്? ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ് ഇമാം മുസ്നിയാണ്. ഇമാം മുസ്നി ഷാഫി ഇമാമിന്റെ അടുത്തുനിന്ന് ഇൽമു പഠിച്ച മാന്യതയമ്മ. അദ്ദേഹത്തിന്റെ മുഖ്തസർ മുസ്നിയിൽ കാണാം, ഇഖ്തസറതു ഹാദൽ കിതാബ് മിൻ ഇൽമി മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഈ ഷാഫി ഇമാമിന്റെ അറിവിന്റെ ഭണ്ഡാരത്തിൽ നിന്നാണ് ഞാൻ ഈ ചെറു ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? മഹാനവറുകളുടെ അറിവ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇൽമു പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഷാഫി ഇമാമിന്റെ അറിവ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഷാഫി ഇമാം ഈ ലോകത്ത് പ്രഖ്യാപിച്ച ജനങ്ങൾക്ക് പകർന്നു കൊടുത്ത അറിവ് ആഗ്രഹിക്കുന്നവർക്ക് ഞാനൊരു നിർദ്ദേശം നൽകുന്നു. ഷാഫി ഇമാം പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ അന്ധമായി അനുകരിക്കരുത്, അദ്ദേഹം അല്ലാത്തവരെയും അന്ധമായി അനുകരിക്കരുത് ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്. തഖ്ലീദ് എന്ന് വളരെ കൃത്യമായി പറയാൻ അത് ഇമാം മുസ്നിയുടെ മുഖ്തസർ മുസ്നിയിലുണ്ട്. പക്ഷെ മുഖ്തസർ മുസ്നിയിലുള്ള ഈ കാര്യത്തെ സംബന്ധിച്ച് പലരും തിരിച്ചും ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. പക്ഷെ എന്ത് ദുർവ്യാഖ്യാനം ചെയ്താലും ഷാ വലിയുള്ളാഹി ദഹ്ലവി തന്റെ ഇഖ്തുൽ ജീദിൽ ആ കാര്യം നമ്മൾ പറയുന്നത് പോലെ തന്നെ വീണ്ടും വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കലും എന്താണ് ഈ വാക്ക് ഇമാമുകൾക്ക് ബാധകമാണെന്ന് പറയാൻ പറ്റൂല. അപ്പൊ സത്യത്തിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി കൃത്യമായി പറഞ്ഞു. എന്നാൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി മിസ്റിൽ ചെന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവമുണ്ട്. ആ സംഭവം വളരെ കൃത്യമായ ഒരു യാഥാർത്ഥ്യമാണ്. അതായത് നമ്മുടെ നാട്ടിലെ ഈ മുസ്ലിയാക്കന്മാർ പറയുന്ന അതേ രൂപത്തിൽ തന്നെയാണ് അവിടെയുള്ള മാലിക്കി മദ്ഹബായ മുസ്ലിയാക്കന്മാർ പറഞ്ഞത്. അവര് പറഞ്ഞു ഷാഫി ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ്, അപ്പൊ മാലിക്കിനെതിരാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവനെതിരെ നമ്മൾ രംഗത്ത് വരണം. എന്നിട്ട് ഒരു പണ്ഡിതൻ ദുആ ചെയ്യാണ് സുജൂദ് കടന്നിട്ട്, അല്ലാഹുമ്മ അമിത്ത് ഷാഫി ലാ യദബ് ഇൽമു മാലിക്. ഷാഫി ഇമാമിനെ പെട്ടെന്ന് മരിപ്പിക്കണം പടച്ച തമ്പുരാനെ, അല്ലെങ്കിൽ ഇമാം മാലിക് പഠിപ്പിച്ച ഇൽമൊക്കെ ബാത്തിലായി പോകുമല്ലോ എന്ന് പറഞ്ഞ് സുജൂദ് കടന്ന് ദ്വാരക്കുക, നിലവിളിച്ച് ദ്വാരക്കാണ് ഇമാം ഷാഫിക്കെതിരെ. ആ സംഭവം അറിഞ്ഞ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി എന്ത് പറഞ്ഞവര്, തമന്നാ റിജാലുന്ന മൂതാവ ഇന്നമുത് ഫതിൽകാ സബീലുൽ ലസ്തു ഫീഹാ ബിയൗഹദാ. ആളുകൾക്കൊക്കെ എന്ത് സംഭവിച്ചു പോയി? എന്റെ മരണമാണല്ലോ അവർ ആഗ്രഹിക്കുന്നത്, ഞാൻ മാത്രമാണോ മരണത്തിന്റെ കവാടം കടന്നു പോവേണ്ടത്? ഇവരൊക്കെ മരിക്കേണ്ടവരല്ലേ? അപ്പൊ ഷാഫി ഇമാം വളരെ കൃത്യമായി പറഞ്ഞാണത്. തന്റെ ഗുരുനാഥനായ ഇമാം മാലിക്കിന്റെ മദ്ഹബ് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. കാരണം ഇമാം മാലിക്കിന്റെ മദ്ഹബിൽ എന്താണ്? തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണ്ടാതാ, റെഡി ആയിട്ട് നിന്ന് കൊടുത്താൽ മതി. ഇമാം ഷാഫിയെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളോട് പ്രതിബദ്ധത പ്രകടിപ്പിക്കണം. അതുകൊണ്ടാണ് മഹാനവറുകൾ അത് മാറ്റിവെച്ച്. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ, വജ്ജ് തോതൽ കറാത്ത മാലിക്കി മദ്ഹബിൽ ഷാഫി ഇമാമിന് അത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയത് കൊണ്ട് പറയാൻ പറ്റൂല. അതുപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, നാലാമത്തെ ഇമാമ അഹ്മദ് ബിൻ ഹംബൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞ തന്റെ അടുക്കൽ ഇൽമു പഠിക്കാൻ വേണ്ടി വന്ന ആളോട് പറഞ്ഞ എന്താ? ലാ തുഖല്ലിദ്നി വലാ തുഖല്ലിദ് മാലിക്കും വലൽ ഔസാഇ വലൻ നഖി വഖുദിൽ കലാമ മിൻ ഹൈതു അഖദു. നീ ഒരിക്കലും എന്നെ അന്ധമായി അനുകരിക്കണ്ട, നഖിയെയോ ഔസായിയെയോ മറ്റാരെയും അന്ധമായി അനുകരിക്കണ്ട. നീ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രമാണങ്ങളോട് നീ പ്രതിബദ്ധത പ്രകടിപ്പിക്കണം എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയാം. അപ്പൊ ഈ 4 ഇമാമുകളും ഇത് കറക്റ്റായിട്ട് കൃത്യമായി ഖണ്ഡിച്ച സംഭവമാണ്. അപ്പൊ നമ്മൾ പറയുന്നത്, ഇവര് പറയുന്നത് തന്നെ, ലക്ഷക്കണക്കായ ഹദീസുകൾ മനപ്പാടമുള്ള ഈ പണ്ഡിതന്മാർ പ്രമാണബദ്ധിതമായി പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചുകൂടെ എന്ന ചോദ്യം തന്നെയാണ് നമുക്കുള്ളത്.